ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 9ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2024-25 വർഷത്തിലെ ഫസ്റ്റ് ടീം ഇവാലുവേഷൻ കെമിസ്ട്രി, അതായത് ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കി നോക്കാം. ആൻസർ എനി 4 questions from 1 to 5, each carry 1 scores. എന്താണ്? 1 മുതൽ 5 വരെ ഉള്ളതിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക, ഓരോന്നിനും ഓരോ മാർക്ക് വീതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, വിച്ച് ഐസോട്ടോപ്പ് ഓഫ് കാർബൺ ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോസിൽസ്. അപ്പോൾ എന്താണ് ഈ ഫോസിൽസിൻ്റെ ഏജ് ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് കാർബണിൻ്റെ ഐസോട്ടോപ്പാണ് യൂസ് ചെയ്യാറ്? കാർബൺ 12, കാർബൺ 13, കാർബൺ 14, നൺ ഓഫ് ദീസ്. അപ്പോൾ ഏത് കാർബണാണ് നമ്മൾ യൂസ് ചെയ്യാറ്? കാർബൺ 14 ആണ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ സയൻറ്റിസ്റ്റ് ഹു ഡിസ്കവേർഡ് ന്യൂട്രോൺ ഡിസ്കവേർഡ് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റ് ആരാണ്? ജെയിംസ് ചാഡ്വിക്. ഇനി മൂന്നാമത്തെ ചോദ്യം, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർ shared in an formation of oxygen molecule is. the number of electron pairs ആണ് എന്താണ് shared in the formation of oxygen molecule ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പെയർ ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്? എത്രയാണ്? 2 ആണ്, 2. Okay, next fourth question, which gas gives proton during discharge tube experiment using perforated cathode? ഏതാണ്? ഹൈഡ്രജൻ. ഏത് ഗ്യാസാണ്? ഹൈഡ്രജൻ ആണ്. ഈ നെക്സ്റ്റ് എന്താ? fill up suitably Mendeleev's periodic table atomic mass. അങ്ങനെയാണെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്താണ്? എന്തിൻ്റെ ബേസിലാണ്? അറ്റോമിക് നമ്പർ. ഇനി അടുത്തത്, ആൻസർ എനി 4 questions from 6 to 10, each carries 2 scores. എന്താണ്? ആൻസർ എനി 4 questions, 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക, ഓരോന്നിനും 2 മാർക്ക് വീതം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം, 6ാമത്തെ ചോദ്യം നോക്കാം. മെറ്റലോയിഡ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ മെറ്റലോയിഡ്സ്? എന്താണ് മെറ്റലോയിഡ്സ്? അപ്പോൾ അതിൻ്റെ ആൻസറാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ്? എലമെൻറ്റ്സ് എക്സിബിറ്റിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. എന്താണ്? മെറ്റൽസിൻ്റെയും അതുപോലെ നോൺ മെറ്റൽസിൻ്റെയും പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യണ എലമെൻറ്റ്സ് ആണ് മെറ്റലോയിഡ്സ്. ഇനി എന്താ? റൈറ്റ് 2 എക്സാമ്പിൾസ് ഫോർ മെറ്റലോയിഡ്സ്. മെറ്റലോയിഡ്സിന് ഏതെങ്കിലും 2 എക്സാമ്പിൾ എഴുതുക. അപ്പോൾ നമുക്ക് സിലിക്കണും ജർമാനിയം ആസിനിക്കും ഒക്കെ എഴുതാനായിട്ട് പറ്റും. ഇനി എന്താ? ഇനി 7ാമത്തെ ചോദ്യം, ആൻ ആറ്റം ഓഫ് എലമെൻറ്റ് എക്സ് ഹാസ് 16 ഇലക്ട്രോൺ. അപ്പോൾ എന്താണ്? എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിന് 16 ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ എലമെൻറ്റ്. ഈ എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അപ്പോൾ 16 ആണ്. 16 എഴുതുമ്പോൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആൻസർ 7 എന്ന് പറഞ്ഞിട്ട്. 16 ആകുമ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരിക? 2, 8, 6. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ഓഫ് ദ എലമെൻറ്റ്. ഈ എലമെൻറ്റിൻ്റെ പീരീഡും ഗ്രൂപ്പും എന്തായിരിക്കും? ഇലക്ട്രോൺസ് 16 ആയതുകൊണ്ട് അതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 16 ആണ്. പീരീഡ് എന്ന് പറയുന്നത് എന്താ? 3 ആണ്. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ, ട്രാൻസിഷൻ എലമെൻറ്റ് ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്സ് ആസ് വെൽ ആസ് ഇൻ പീരീഡ്സ്. അപ്പോൾ എന്താണ് ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ്? ഒരേ പ്രോപ്പർട്ടീസ് ഗ്രൂപ്പ്സിലും അതുപോലെ പീരീഡ്സിലും കാണിക്കും. അതിൻ്റെ റീസൺ എന്താണ്? എക്സ്പ്ലെയിൻ ദ റീസൺ. എന്താണ്? Transition elements in the same period have the same number of outermost electrons. എന്താണ്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഇൻ ദ സെയിം പീരീഡിലുള്ള ട്രാൻസിഷൻ എലമെൻറ്റ്സിന് എന്താണ്? ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ സിമിലാരിറ്റി കാണിക്കുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ചോദ്യം നോക്കാം. ദ സിമ്പിൾ ഓഫ് സം എലമെൻറ്റ്സ് ആർ ഗിവൻ. കുറച്ച് എലമെൻറ്റ്സിൻ്റെ സിമ്പിൾ തന്നിട്ടുണ്ട്. ഇതിൽ സെലക്ട് എ പെയർ ഓഫ് ഐസോ
isobars from this group. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഐസോബാർസ് ഏതാണ് സി എയും അതുപോലെ എ ആറുമാണ്. ഇനി എന്താ, റൈറ്റ് ദ റീസൺ ഫോർ സെലക്ടിങ് ദ പെയർ. ഈ പെയർ സെലക്ട് ചെയ്തതിൻ്റെ കാരണം എന്താണ് സെയിം മാസ് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പേഴ്സ്. ഇതിന് സെയിം മാസ് നമ്പർ സെയിം ആണ്, പക്ഷേ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് ഐസോബാർസ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇനി നമുക്ക് 10th ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അയണിക് കമ്പോണൻറ്റ്സ് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിൽ അയണിക് കമ്പോണൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. ദേ എക്സിസ്റ്റ് ആസ് ക്രിസ്റ്റൽ ഇൻ സോളിഡ് സ്റ്റേറ്റ്. ദേ യൂഷ്വലി ഹാവ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ്. ദേ യൂഷ്വലി ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ്. ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇതിൽ ഏതാണ് അയണിക് കമ്പോണൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ദേ എക്സിസ്റ്റ് ആസ് ക്രിസ്റ്റൽസ് ഇൻ സോളിഡ് സ്റ്റേറ്റും അതുപോലെ തന്നെ ദേ യൂഷ്വലി ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്സ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ്. എയും സിയുമാണ് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻസർ എന്നീ 4 questions from 11 to 15 ഈച്ച് ക്യാരി 3 scores. 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക, ഓരോന്നിനും 3 മാർക്ക് വീതം. ദെൻ 11ാമത്തെ ചോദ്യം, സം ഓഫ് ദ ഒബ്സർവേഷൻസ് ഓഫ് റൂദർഫോർഡ് ഗോൾഡ്ഫോയിൽ എക്സ്പെരിമെൻറ്റ്സ് ആർ ഗിവൺ. റൈറ്റ് ദ അസംഷൻസ് അറൈവ്ഡ് അറ്റ് ഫ്രം ദസ്. അപ്പോൾ എന്താണ്, കുറച്ച് റൂദർഫോർഡിൻ്റെ ഗോൾഡ്ഫോയിൽ എക്സ്പെരിമെൻറ്റിൽ കുറച്ച് അസംഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താ, റൈറ്റ് ദ അസംഷൻസ് അറൈവ് ഫ്രം ദീസ്. അപ്പോൾ ഇതിൽ നിന്ന് അറൈവ് ചെയ്തിട്ടുള്ള അസംഷൻ എഴുതാനാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദ ഗോൾഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. അപ്പോൾ എന്താണ്, ഒരുവിധം എല്ലാ ഗോൾഫോയിൽസും ആൽഫ പാർട്ടിക്കിൾസും അതിൽ കൂടെ പോയി, ഒരു ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാണ്ട് പോയി. അപ്പോൾ ഇത് പറയുന്നത് ഏതാണ്, മോസ്റ്റ് പാർട്ട് ഓഫ് ദ ആറ്റം വാസ് എംപ്റ്റി. അപ്പോൾ ഇത് പറയുന്നത് എന്താണ്, ആ ആറ്റത്തിൻ്റെ മോസ്റ്റ് പാർട്ടും എംപ്റ്റി ആണെന്നാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ അസംഷൻ. ഇനി രണ്ടാമത്തെ, സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് വർ ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ. കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്താണ്, ചെറിയൊരു ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ ഇത് പറയുന്നത് ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ദേ പാസ്ഡ് ബൈ ദ പോസിറ്റീവ്ലി ചാർജ്ഡ് റീജിയൻ ഇൻസൈഡ് ദ ആറ്റം. ഇനി നെക്സ്റ്റ്, എ വെരി ഫ്യൂ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ്ഡ് ബാക്ക്. എന്താണ്, വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ് ചെയ്ത് ബാക്കിലേക്ക് വന്നു. അപ്പോൾ ഇതെന്താ സൂചിപ്പിക്കുന്നത്, ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ഓഫ് എൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് in very small volume at the center of the atom. എന്താണ്, എൻറ്റയർ പോസിറ്റീവ് ചാർജ് വളരെ ചെറിയ ഒരു ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള അതെവിടെയാണ്, ആറ്റത്തിൻ്റെ സെൻറ്ററാണ്. ഇനി നെക്സ്റ്റ് നോക്കാം. 12th ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോർമേഷൻ ഓഫ് ദ കമ്പോണൻറ്റ് സോഡിയം ക്ലോറൈഡ്. അതിൻ്റെ ഹിൻ്റാണ് സോഡിയത്തിൻ്റെ 11 ക്ലോറിൻ്റെ 17 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിച്ച് ആറ്റം ഡൊണേറ്റ്സ് എൻ ഇലക്ട്രോൺ ഇൻ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ ആരാണ് ഒരെണ്ണം ഡൊണേറ്റ് ചെയ്യുക, ആരാണ്, സോഡിയം Na ആണ് ഡൊണേറ്റ് ചെയ്യുക. ഡ്രോ ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡയഗ്രാമാണ്, ഡോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ഡോട്ട് ഡയഗ്രാം വരയ്ക്കില്ലേ. അപ്പോൾ കൂട്ടുകാരത് വരച്ച് നോക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ നോക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇനി 13ാമത്തെ ചോദ്യം, ദ ഐസോടോപ്പ് ഓഫ് എൻ എലമെൻറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഹെവി വാട്ടർ. എന്താണ്, ഈ ഒരു എലമെൻറ്റിൻ്റെ ഐസോടോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെവി വാട്ടർ ഉണ്ടാക്കും. റൈറ്റ് ദ നെയിം ഓഫ് ദീസ് ഐസോടോപ്പ്. അങ്ങനെയാണെങ്കിൽ ആ ഐസോടോപ്പിൻ്റെ പേര് എഴുതുക. എന്താണ്, ഡ്യൂറ്റീരിയം ആണ്. ഓക്കെ, ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് അതർ 2 ഐസോടോപ്പ് ഓഫ് ദീസ് എലമെൻറ്റ്. ഈ എലമെൻറ്റിൻ്റെ ബാക്കി 2 ഐസോടോപ്പ് ഏതൊക്കെയാണ്, പ്രോട്ടിയം അതുപോലെ തന്നെ ട്രിഷിയവും. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ, വിച്ച് ഐസോടോപ്പ് എമംഗ് ദീസ് ഹാസ് മാസ് നമ്പർ 3. ഇതിൽ ഏത് ഐസോടോപ്പിൻ്റെയാണ് മാസ് നമ്പർ 3 ആവുന്നത്, ഏതിൻ്റെയാണ്, ട്രിഷിയത്തിൻ്റെയാണ് മാസ് നമ്പർ 3.
ഓക്കെ, ഇനി എന്താ 14ാമത്തെ ചോദ്യം. സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ സ്യൂട്ടബിൾ അല്ലാത്തത്, നോട്ട് സ്യൂട്ടബിൾ ഏതൊക്കെയാണ്? അപ്പോൾ ആദ്യം നമുക്കെല്ലാം ഒന്ന് വായിച്ച് നോക്കാം. ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ പീരീഡ്സ്. ദേ ഇൻക്ലൂഡ് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. They represent elements belonging to different physical state. Show similarities in properties in groups. Elements of groups 3 to 12 are included. Lanthanoids and actinoids are included. അപ്പോൾ ഇതിൽ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ പെടാത്തത്, നോട്ട് സ്യൂട്ടബിൾ ആയിട്ടില്ലാത്തത് ഏതൊക്കെയാണ്? ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ പീരീഡ്, അതുപോലെ എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 3 to 12 ആർ ഇൻക്ലൂഡഡ്, അതുപോലെ തന്നെ ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർ ഇൻക്ലൂഡഡ്. എയും ഇയും എഫും ആണ്. ഓക്കെ, അപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ എ ഇ എഫ് എന്ന് എഴുതാണ്ട് അതിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് കൂട്ടുകാർ എഴുതണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15 എന്താണെന്ന് നോക്കി നോക്കാം. ഇനി 15ാമത്തെ ചോദ്യം. ദ ഔട്ടർമോസ്റ്റ് എം ഷെൽ ഓഫ് ആൻ എലമെൻറ്റ് കണ്ടെയ്ൻസ് 7 ഇലക്ട്രോൺ. എന്താണ് ഔട്ടർമോസ്റ്റ് എം ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഇറ്റ് ഹാസ് 18 ന്യൂട്രോൺസ് ഇൻ ഇറ്റ്സ് ന്യൂക്ലിയസ്. അതിൻ്റെ ന്യൂക്ലിയസിൽ 18 ന്യൂക്ലിയസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദീസ് എലമെൻറ്റ്. ഈ എലമെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? 2, 8, 7. ഇനി എന്താ? റൈറ്റ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. എന്താണ്? Z 17 വരും, എ എന്ന് പറയുന്നത് 35 വരും. ഹൗ മെനി പോസിറ്റീവ് ചാർജസ് ആർ ദർ ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ദീസ് ആറ്റം? എത്ര പോസിറ്റീവ് ചാർജസ് ഉണ്ടായിരിക്കും? 17 പോസിറ്റീവ് ചാർജസ് ഉണ്ടായിരിക്കും. ഈ നെക്സ്റ്റ് എന്താ? ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 60 to 20, ഈച്ച് ക്യാരി 4 scores. എന്താണ്? 16 മുതൽ 20 വരെയുള്ളതിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 മാർക്ക് വീതം. ദെൻ 16ാമത്തെ ചോദ്യം. ആസ് ദ അറ്റോമിക് നമ്പർ ചേഞ്ചസ് ദ സൈസ് ഓഫ് ആറ്റം ഓൾസോ ചേഞ്ചസ്. എന്താണ്? അറ്റോമിക് നമ്പർ ചേഞ്ച് ആവുമ്പോൾ ആറ്റത്തിൻ്റെ സൈസും മാറും. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ സൈസ് ഓഫ് ആൻ ആറ്റം? ഒരു ആറ്റത്തിൻ്റെ സൈസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ന്യൂക്ലിയർ ചാർജ് ആൻഡ് നമ്പർ ഓഫ് ഷെൽസ്. ഇനി അതിലെ ബി question, how does the size of atom vary in groups and periods? എങ്ങനെയാണ് ഒരു ആറ്റത്തിൻ്റെ സൈസ് പീരീഡിലും ഗ്രൂപ്പിലും വാരി ചെയ്യുന്നത്? മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ ഡൗണിലേക്ക് പോകും തോറും ദ സൈസ് ഓഫ് എൻ ആറ്റം ഇൻക്രീസസ്. എന്താണ്? ആറ്റത്തിൻ്റെ സൈസ് കൂടും. ദ സൈസ് ഓഫ് എൻ ആറ്റം ഡിക്രീസസ് ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് പീരീഡ്. ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും എന്താണ്? സൈസ് ഓഫ് ആറ്റം ഡിക്രീസ് ആവും. ഓക്കെ, ഇനി നമുക്ക് 17th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ഇനി 17ാമത്തെ ചോദ്യം. അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എന്താണ്? ഈ ടേബിൾ അനലൈസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുക. അപ്പോൾ ABCD എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്, അറ്റോമിക് നമ്പറും തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദം ബിലോങ് ടു ദ സെയിം പീരീഡ്? ഇതിൽ സെയിം പീരീഡ് വരുന്നത് ആരൊക്കെയാണ്? ബിയും സിയും. അറ്റോമിക് നമ്പർ 14ഉം 17ഉം ബിയും സിയും ആണ് എന്ത്? സെയിം പീരീഡ്. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, വിച്ച് എലമെൻറ്റ് അമംഗ് എ ആൻഡ് ബി ഹാസ് സ്മോളർ ആറ്റം? എയിലും ബിയിലും ഏത് ആറ്റമാണ് സ്മോളർ? ഏതാണ് ആറ്റം? അറ്റോമിക് നമ്പർ 6 വരുന്ന ആറ്റം എ ആണ് സ്മോളർ. ഫൈൻഡ് ദ ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ് സി. എന്താണ്? ഫൈൻഡ് ദ ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ് സി. സിയുടെ ഗ്രൂപ്പ് ഏതാണ്? 17 ആണ്. ടു വിച്ച് ഫാമിലി ഓഫ് എലമെൻറ്റ്സ് ഡസ് സി ബിലോങ്? അങ്ങനെയാണെങ്കിൽ സി ഏത് ഫാമിലിയിൽപ്പെട്ട ആരായിരിക്കും? ഹാലോജനിൽ പെട്ടതായിരിക്കും സി. ഓക്കെ, ഈ നെക്സ്റ്റ് 18th ക്വസ്റ്റ്യൻ. ആൻ എലമെൻറ്റ്, ഒരു എലമെൻറ്റ് തന്നിട്ടുണ്ട്, ഇസ് ഗിവൻ. റൈറ്റ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ദിസ് എലമെൻറ്റ്. ഇതിൽ പ്രോട്ടോണും ന്യൂട്രോണും എഴുതുക.
പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എത്രയും പ്രോട്ടോൺ 13 ന്യൂട്രോൺ എന്ന് പറയുന്നത് 14. ഇനി എന്താ റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദീസ് എലമെൻറ്റ്. ഈ എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ 2, 8, 3. ഇനി എന്താ ഡ്രോ ദ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദീസ് എലമെൻറ്റ്. ഇതിൻ്റെ എന്താണ് ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കുക. അപ്പോൾ ആ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇനി 19th ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ഒബ്സർവേഷനും ഇൻ്റർഫറൻസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോസ് ഓഫ് ഒപ്പാക് ഒബ്ജക്റ്റ് പ്ലേസ് ഇൻ ഇറ്റ്സ് പാത്ത്. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് ഏതാ വരിക? കാഥോഡ് റേസ് ഹാവ് നെഗറ്റീവ് ചാർജ്. പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ആർ പ്രസൻറ്റ് ഇൻ ഓൾ സബ്സ്റ്റൻസസ്. കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ഹാവ് മാസ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് വരിക? മൂന്നാമത്തേതാണ് കാഥോഡ് റേ ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ നോക്കാം. ദ സ്മോൾ പാഡിൽ വീൽ placed in the path of the cathode rays rotate. Particles in the cathode rays have mass. Okay, ഇനി മൂന്നാമത്തെ in an electric field cathode rays are attracted towards the positive plate. അപ്പോൾ അതെന്താ? അതിൻ്റെ ഇൻ്റർഫറൻസ് എന്താ? cathode rays have negative charge. cathode raysന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇനി അതിലെ ഡി ആണ്. All gases give cathode rays with same behavior. അപ്പോൾ ലാസ്റ്റ് വൺ ഏതാണ്? ഇനി മാച്ച് ആവാത്തത് പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ആർ പ്രസൻറ്റ് ഇൻ ഓൾ സബ്സ്റ്റൻസസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 20th ക്വസ്റ്റ്യൻ. സെലക്ട് ദ സ്യൂട്ടബിൾ നെയിംസ് ഓഫ് ഫാമിലി ഫ്രം ദ ബ്രാക്കറ്റ് ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ. ട്രാൻസിഷൻ എലമെൻറ്റ്, ആക്ടിനോയിഡ്സ്, നോബിൾ ഗ്യാസ്, ആൽക്കലി, ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ഇൻ എ പെനാൾട്ടിമേറ്റ് ഷെൽ. അപ്പോൾ ഇതിൽ ഏതാണ് വരിക? ട്രാൻസിഷൻ എലമെൻ്റ് ആണ്. യൂഷ്വലി ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. സാധാരണ കെമിക്കൽ റിയാക്ഷന് പങ്കെടുക്കാറില്ല. അതേതാണ്? നോബിൾ ഗ്യാസസ്. ദെൻ സി ദ ആർ ഗ്രൂപ്പ് ഫസ്റ്റ് എലമെൻറ്റ്സ്. ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് ആരാണ്? ആൽക്കലി മെറ്റൽസ്. അറേഞ്ച്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ ബോട്ടമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആരാണ്? ആക്ടിനോയിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 2024-25 വർഷത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.